ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും രാഷ്ട്രശില്പിയുമായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 135ാം ജന്മദിനത്തിൽ നെഹ്റുവിന് ആദരാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രം. നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലമായ ശാന്തിവനത്തിൽ നേതാക്കൾ പുഷ്പാർച്ചന നടത്തി. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ഇന്ന് രാജ്യം ശിശുദിനമായി ആചരിക്കുകയാണ്. രാഷ്ട്രശില്പിയുടെ ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള പ്രമുഖർ അദ്ദേഹത്തിന് ആദരവർപ്പിച്ചു. നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലമായ ശാന്തിവനത്തിലെത്തി പ്രിയങ്ക ഗാന്ധി രാജ്യവ്യാപകമായി നെഹ്റു അനുസ്മരണ പരിപാടികൾ നടന്നുവരികയാണ്. കണ്ണൂർ DCCയുടെ നേതൃത്വത്തിൽ സ്റ്റേഡിയം കോർണറിലെ നെഹ്റു സ്തൂപത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടന്നു. പുഷ്പാർച്ചനയ്ക്ക് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അനുസ്മരണ സമ്മേളനം മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ പ്രൊഫസർ AD മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. പല സ്ഥലത്തും മോദി പരിപാടി നടത്തി. പട്ടേലിന്റെ പ്രതിമകൾ, പട്ടേലിന്റെ പേരിലെ സ്മാരകങ്ങൾ ഒക്കെ നല്ലത് തന്നെ. പക്ഷെ ഒരു സ്ഥലത്ത് പോലും ശ്രീമതി ഇന്ദിരാഗാന്ധിന്റെ പേര് പറയാൻ നമ്മൾ മോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ശ്രമിച്ചില്ല. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഗാന്ധിജിയെയും നെഹ്റുവെയും തമസ്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോകുന്ന വസ്തുത ഓർക്കണം എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നെഹ്റു ലോകം കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ മഹാനായ മനുഷ്യനാണ്. നെഹ്റു ലോകത്തിന്റെ ആത്മീയതക്കും ലോകത്തിന്റെ പുരോഗതിക്കും രാജ്യത്തിന്റെ രക്ഷത്തിന് വേണ്ടി ധീരോദാത്തമായി പ്രവർത്തനം കാഴ്ച പണ്ഡിറ്റ് ജവഹർലാൽ നമ്മുടെയൊക്കെ മനസ്സിലെ, നമ്മുടെ ഹൃദയത്തിലെ രക്തത്തിലും മജ്ജയിലും മാംസത്തിലും അറിയുന്ന വികാരമാണ്. ആ മഹാമനുഷ്യന്റെ മുമ്പിൽ, പാവനസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ എവിടെയും സമ്മതത്തോടുകൂടി ഈ പരിപാടിയുടെ ഉദ്ഘാടനം വെച്ച് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. കണ്ണൂർ സർവകലാശാല മുൻ രജിസ്ട്രാർ പ്രൊഫസർ ബാലചന്ദ്രൻ കീഴോത്ത് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. അവിടെ ഗാന്ധിജി ഒരുപക്ഷെ ഇന്ത്യയെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ നമ്മൾ അവരെ തലത്തിലേക്ക് മനസ്സിലാക്കിയില്ലേ. നെഹ്റുവിനെ കുറിച്ച് നെഹ്റു ഉണ്ടായിരുന്നത് നമ്മൾ വലിയൊരു ആഡംബരത്തിന്റെ നിറവിൽ ജീവിച്ച നെഹ്റു ഒരു ഘട്ടത്തിൽ ജയിൽവാസം കഴിഞ്ഞ് ഒന്നുമില്ല, കയ്യിൽ ഒരു പണം പോലും ഇല്ലാതെ വന്നപ്പോൾ തന്റെ അനിയത്തിയുടെ വിവാഹ ചടങ്ങ് നടക്കുക. നെഹ്റുവിന്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല. ഗാന്ധിജിക്ക് അന്ന് സപ്പോർട്ട് ബിർള സപ്പോർട്ടുണ്ട്. ബിർള പലപ്പോഴും ഗാന്ധിയുടെ ഈ പറയുന്ന ഉദ്ദേശശുദ്ധി മുൻനിർത്തിക്കൊണ്ട് ഉള്ള പലപ്പോഴും ബിർള സംഭാവനകളും അതിനുള്ള സാമ്പത്തിക സുരക്ഷിതത്വവും മഹാത്മാഗാന്ധിക്ക് ചെയ്തു. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ശക്തി. നെഹ്റു അത് സ്വീകരിക്കാൻ തയ്യാറായി. നെഹ്റു തന്റെ പോക്കറ്റിൽ നിന്ന് റോസാപ്പ് കൊടുത്ത് അനിയത്തിയുടെ തലയിൽ കുത്തി പറഞ്ഞു, ഞങ്ങൾക്ക് തരാൻ ഇത് മാത്രം എന്ന് പറഞ്ഞു. നെഹ്റു യാത്രയാക്കിയ മുഹൂർത്തം അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരൻ. നേതാക്കളായ അഡ്വക്കേറ്റ് TO മോഹൻ, VV പുരുഷോത്തമൻ, സുരേഷ് ബാബു എളയാവൂർ, K പ്രമോദ്, NP ശ്രീധരൻ, രാജീവൻ എളയാവൂർ, T ജയകൃഷ്ണൻ, അമൃത രാമകൃഷ്ണൻ, ശ്രീജ മഠത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ കണ്ണൂർ 1 കണ്ണൂർ. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972761303.